Hi students, today we are discussing problems related to probability. അതിൽ തന്നെ നമ്മൾ പ്രോബബിലിറ്റി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ അഡീഷൻ തിയറും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ തിയറും യൂസ്ഫുൾ ആയിട്ട് വരുന്ന കേസസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ സ്പീക്സ്, രണ്ട് പേഴ്സൺസിൻ്റെ കാര്യമാണ് പറയുന്നത്. ക്യാപിറ്റൽ എ സ്പീക്സ് ട്രൂത്ത് ഇൻ 70% of cases and B in 85% cases. In what percentage of cases are they likely to contradict each other in stating the same fact? The question is, A speaks truth in 70% cases and B in 85% cases. In what percentage of cases are they likely to contradict each other in stating the same fact? അതായത് എ സത്യം പറയുന്നത് 70% കേസിലാണ്, ബി ഇൻ 85% കേസസ്. 85% കേസസിൽ ബി സത്യം പറയും. ഇൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് കേസസ്, എത്ര പെർസെൻറ്റേജ് ഓഫ് കേസസിലാണ് അവർ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്, ഒരേ കാര്യം പറയുന്നതിൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺട്രഡിക്റ്റ് മീൻസ് വാട്ട്? കോൺട്രഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രൂത്ത് പറയുമ്പോൾ ബി എന്ത് പറയണം? ലൈ പറയണം അല്ലേ? ബി ലൈസ്. അല്ലെങ്കിൽ ബി ട്രൂത്ത് പറയുമ്പോൾ എ എന്ത് ചെയ്യണം? ലൈ ചെയ്യണം. ഇതല്ലേ കോൺട്രഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ പറഞ്ഞിട്ടുണ്ട് എ 70% ഓഫ് കേസസിൽ ട്രൂത്താണ്, 70% ഓഫ് കേസസിൽ എ ട്രൂത്താണ് പറയുക. ദെൻ ബി 85% കേസസിൽ ട്രൂത്ത് പറയും. അങ്ങനെയാണെങ്കിൽ എ എത്ര പെർസെൻറ്റേജ് ഓഫ് കേസസിലാണ് ലൈസ് പറയാൻ ചാൻസ് ഉള്ളത്? ബാക്കി 30% ഓഫ് കേസസിൽ ലൈ ചെയ്യും അല്ലേ? അല്ലെങ്കിൽ ഡസ് നോട്ട് സ്പീക്ക് ട്രൂത്താണ്. അതുപോലെ തന്നെ ബി 85-ൻ്റെ ബാക്കി 15% ഓഫ് കേസസിൽ എന്ത് പറയും? ഡസ് നോട്ട് സ്പീക്ക് ട്രൂത്ത്. ഇതാണ് കേസ് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എ സ്പീക്സ് ട്രൂത്ത്? എ സത്യം പറയാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 70% ഓഫ് കേസിൽ ട്രൂത്താണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി വരുന്നത് ഇങ്ങനെയാണ്, 70 ഡിവൈഡഡ് ബൈ 100 ദാറ്റ്സ് ഈക്വൽ ടു 0.7. അല്ലെങ്കിൽ 70/100 തന്നെ കൺസിഡർ ചെയ്താൽ മതി. അതേപോലെ എ ഡസ് നോട്ട്, പ്രോബബിലിറ്റി ഓഫ് എ ഡസ് നോട്ട് സ്പീക്ക് ട്രൂത്ത്. എ സത്യം പറയാതിരിക്കുന്ന എത്ര കേസുണ്ട്? 30% ഓഫ് കേസ് അല്ലേ? ദാറ്റ് മീൻസ് 30 ഡിവൈഡഡ് ബൈ 100 is the probability of A does not speak truth. Similarly, what is the probability of B speaks truth? B സത്യം പറയാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 70% ആണ്. അങ്ങനെയാണെങ്കിൽ what is the probability? 85% ആണ്. Then what is the probability? 85 divided by 100. Similarly, B does not speak truth in how many cases? അല്ലെങ്കിൽ what is the probability of B does not speak truth? The remaining 50% of cases, that means 50 divided by 100. Then we want to find out the probability or the percentage of cases in which A and B contradict each other. അങ്ങനെയാണ് നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക അല്ലേ? ആദ്യമേ പ്രോബബിലിറ്റി ഓഫ് A and B, probability of A and B contradict each other equal to A and B contradict each other equal to what are the cases? ഏതൊക്കെ കേസസ് ആണെന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ സ്പീക്സ് ട്രൂത്ത്, എ സത്യം പറയുവാണ്, ആൻഡ് ആ സമയത്ത് കോൺട്രഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ത് പറയണം? ബി ഡസ് നോട്ട് സ്പീക്ക് ട്രൂത്ത് അല്ലേ? കോൺട്രഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരേ സമയം എ സത്യം പറയുമ്പോൾ ബി സത്യം പറയാൻ പാടില്ല. ഓർ അല്ലെങ്കിൽ ഏതാ ഓപ്ഷൻ? എ ഡസ് നോട്ട് സ്പീക്ക് ട്രൂത്ത് and B speaks truth. ഓക്കെ, അപ്പം വരുന്നത് ഫസ്റ്റ് കേസിൽ വരുന്നത് എ സത്യം പറയുമ്പോൾ ബി സത്യം പറയുന്നില്ല. ഫസ്റ്റ് കേസ് പോസിബിൾ ആയിട്ടുള്ള ഫസ്റ്റ് കേസ്. ഓർ അല്ലെങ്കിൽ ഏത് ഓപ്ഷനാണുള്ളത്? എ ഡസ് നോട്ട് സ്പീക്ക് ട്രൂത്ത് ആൻഡ് ബി സ്പീക്സ് ട്രൂത്ത്. ദാറ്റ്സ് ഈക്വൽ ടു, ഈ കേസസിനെ നമുക്ക്
പി ഓഫ് നോക്കിക്കേ എ സ്പീക്സ് ട്രൂത്ത് ആൻഡ് ബി ഡസ് നോട്ട് സ്പീക്ക് ട്രൂത്തിനെ ഞാൻ ഓരോ ഇവൻറ്റിനെ എ ബി സി ഡി ആയിട്ട് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഇനിയുള്ള പ്രോബ്ലത്തിന് നമ്മൾ പ്രോപ്പറായിട്ട് എ കോംപ്ലിമെൻറ്റ് അങ്ങനെ എടുക്കുന്നില്ല, എ ബി സി ഡി എന്ന് പറഞ്ഞെടുക്കുകയാണ്. അപ്പം എ സ്പീക്സ് ട്രൂത്തിനെ ഞാൻ എ ആയിട്ട് ചൂസ് ചെയ്തു. ആൻഡ് വരുമ്പോൾ എന്ത് വരും? ഇൻ്റർസെക്ഷൻ. ആൻഡ് ബി ഡസ് നോട്ട് സ്പീക്ക് ട്രൂത്ത് എന്ന് പറയുമ്പോൾ എന്ത് വരും? എ ഇൻ്റർസെക്ഷൻ ബി. എ ആൻഡ് ബി. ഓർ വരുമ്പോൾ യൂണിയൻ. Then A does not speak truth, that is C, and വരുമ്പോൾ intersection D. These are the cases. This is equal to, what is the probability? P of A intersection B union വരുമ്പോൾ വരുന്നത് plus P of C intersection D. That's equal to P of A into P of B plus and വരുമ്പോൾ നമുക്ക് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ വരുന്നത് ഇൻ്റർസെക്ഷൻ വരുമ്പോൾ P of C into P of D. That's equal to, what is the probability of A speaks truth? That is 70 divided by 100 into, what is the probability of B does not speak truth? That is 15 divided by 100 plus, first case കഴിഞ്ഞു, plus what is the probability of A does not speak truth? That is 30 divided by 100 into, what is the probability of B speaks truth? That is 85 divided by 100. That's equal to, കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 1050 ഡിവൈഡഡ് ബൈ 10,000 വരും അല്ലേ. പ്ലസ് അടുത്തത് വരുന്നത് 85 ഇൻറ്റു 30, ദറ്റ് ഈസ് 2550 ഡിവൈഡ് ബൈ 10,000. ദാറ്റ്സ് ഈക്വൽ ടു, ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.36 ഇസ് ദ പ്രോബബിലിറ്റി. പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് കേസസ് ആർ ദേ ലൈക്ലി ടു കോൺട്രഡിക്റ്റ്. അപ്പം നോക്കിയേ, നമ്മളിവിടെ പെർസെൻറ്റേജ് തന്നതിനെ പ്രോബബിലിറ്റി ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്തു? 70 ഡിവൈഡഡ് ബൈ 100 ചെയ്തല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോബബിലിറ്റിയാണ്. അപ്പോൾ പെർസെൻറ്റേജ് കാണാനായിട്ട് പെർസെൻറ്റേജ് ഓഫ് കേസസ് ഇൻ വിച്ച് എ ആൻഡ് ബി കോൺട്രഡിക്റ്റ് ഈക്വൽ ടു പെർസെൻറ്റേജ് ആകുമ്പോഴത്തേക്ക് എന്താവും? ഈ കിട്ടിയ പ്രോബബിലിറ്റിയെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ദാറ്റ്സ് ഈക്വൽ ടു 36%. ദിസ് ഇസ് ദ വാല്യൂ ഫോർ എ ആൻഡ് ബി ഓർ പെർസെൻറ്റേജ് ഓഫ് കേസസ് ഇൻ വിച്ച് എ ആൻഡ് ബി കോൺട്രഡിക്റ്റ് ഈച്ച് അതർ. ക്ലിയർ ആണോ? അപ്പം ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും കേട്ടോ. 5 മാർക്സിൻ്റെ അല്ലെങ്കിൽ 50 മാർക്കിൻ്റെ സെക്ഷനിലൊക്കെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പം കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. ദെൻ the second problem is a box contain, അല്ലെങ്കിൽ നമുക്ക് ബോക്സ് മാറ്റിയിട്ട് വേറൊരു കൺസെപ്റ്റ് പറയാം. an urn contains 5 white and 7 black balls. An urn contains 5 white and 7 black ball. Urn means what? നമ്മുടെ ഈ തകരപ്പെട്ടി എന്നൊക്കെ പറയല്ലേ, സിമ്പിളി ഒരു ബോക്സ് തന്നെ. അതിനെയാണ് urn എന്നുള്ളൊരു അനദർ നെയിം പറഞ്ഞേ ഉള്ളൂ. എക്സാമിന് കാണുമ്പോൾ ഇനി urn എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. An urn contains 5 white and 7 black balls. A second urn contains 7 white and 8 black balls. 8 black balls. One ball is drawn at random and put into the second urn without noticing its color. A ball is then drawn at random from the second urn. What is the probability that
it is white. What is the probability that it is white? This is a question. An urn contains 5 white and 7 black balls. A second urn contains 7 white and 8 black balls. One ball is drawn at random and put into the second urn without noticing its color. A ball is then drawn at random from the second urn. What is the probability that it is white? എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് രണ്ട് urn ഉണ്ട്. ഫസ്റ്റ് urn and second urn. രണ്ട് urn ഉണ്ട്. Then second urn. Then first urn-ൽ 7 black balls-ഉം 5 white balls-ഉം. Then second-ൽ 7 white balls-ഉം 8 black balls-ഉം. ഇതാണ് നമ്മുടെ കേസസ് വരുന്നത്. രണ്ട് urn ഉണ്ട്. Then ചെയ്യുന്നത് എന്താ? One ball is drawn at random and put it into the second urn. One ball is drawn from the first urn ആണ് കേട്ടോ. One ball is drawn at random from the first urn and put it into the second urn without noticing its color. എന്ത് ചെയ്തു? ഇവിടുന്ന് ഒരു ബോൾ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇട്ടു. ഒരു ബോൾ റീപ്ലേസ് എന്ത് ചെയ്തു? നമ്മൾ സെക്കൻഡ് ഏണിലേക്ക് ഇടുവാണേ. അപ്പോഴത്തേക്കും ഇവിടെ എത്ര ബോൾ ഉണ്ടായിരുന്നു? 7 ബ്ലാക്ക് ബോളും 5 വൈറ്റ് ബോൾസും. ടോട്ടൽ 12 ബോൾസ് ഉണ്ടായിരുന്നു അല്ലേ? 12 ബോൾസ് ഉണ്ടായിരുന്നു. ഇവിടെയുള്ളത് 7 വൈറ്റ് ബോളും 8 ബ്ലാക്ക് ബോളുമാണ്. ദാറ്റ് ഈസ് 15 ബോൾസ് ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഏണിൽ നിന്ന് ഒരു ബോൾ എടുത്തു. എന്നിട്ടത് ഏത് കളറാണെന്നൊന്നും നമ്മൾ നോക്കിയില്ല. അതിനെ എങ്ങോട്ടേക്ക് റീപ്ലേസ് ചെയ്തു? സെക്കൻഡ് വണ്ണിലേക്ക് റീപ്ലേസ് ചെയ്തു അല്ലേ? ദെൻ എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഒരു ബോളിനെ ഇങ്ങോട്ടേക്ക് മാറ്റുവാണ്. അപ്പോൾ ഇവിടെ എത്ര ബോളുണ്ട്? 11 ബോളാവും. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും 16 ബോൾസ് ആവും അല്ലേ? ഒരു ബോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ 11 ബോൾസ് ആവും. ദെൻ ഇവിടെ 16 ബോൾസ് ആവും. ദെൻ ഈ 16 ബോൾസിൽ നിന്ന് ദെൻ ഈ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടുന്ന് നമ്മളൊരു ബോൾ എടുക്കുവാണ്. ദെൻ ആ ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചിരിക്കുന്നത്. അതായത് an urn contains 5 white and 7 black balls. ഒരു ഏണിൽ 7 ബ്ലാക്കും 5 വൈറ്റ് ബോൾസും ഉണ്ട്. ദെൻ സെക്കൻഡ് ഏണിൽ 7 വൈറ്റും 8 ബ്ലാക്ക് ബോൾസും ഉണ്ട്. ദെൻ 1 ബോൾ ഈസ് ഡ്രോൺ ഫ്രം ദ ഫസ്റ്റ് ഏൺ. ഒരു ബോൾ ഫസ്റ്റ് ഏണിൽ നിന്ന് എടുത്തു. ദെൻ അതിനെ സെക്കൻഡ് ഏണിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്ത് ചെയ്തു? സെക്കൻഡ് ഏണിൽ നിന്ന് ഒരു ബോൾ എടുത്തു. അത് വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ ഈവൻ്റ് എന്ന് പറയുന്നത് എന്താ? What is the probability that it is white? We are getting a white ball അല്ലേ? അപ്പോൾ ഫൈനൽ ഈവൻ്റ് എന്ന് പറയുന്നത് എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ അല്ലേ? പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം ഏൺ ബി അല്ലെങ്കിൽ സെക്കൻഡ് ഏൺ അല്ലേ? സെക്കൻഡ് ഏണിൽ നിന്ന് എടുക്കാനുള്ള പ്രോബബിലിറ്റി ഇതാണ് നമുക്ക് വേണ്ടത്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം സെക്കൻഡ് ഏൺ. അപ്പം ഈ സെക്കൻഡ് ഏണിൽ നിന്ന് വൈറ്റ് ബോളാണ് എടുക്കേണ്ടത്. ഫൈനൽ ഈവൻ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബോളാണ്. അതിന് മുമ്പ് എന്ത് സംഭവിക്കുന്നു? ഏൺ 1-ൽ നിന്ന് ഒരു ബോൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് വൈറ്റ് ആവാം, ബ്ലാക്ക് ആവാം. ഏതാ കേസെന്ന് നമുക്കറിയത്തില്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഈ കേസിനെ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം ദ സെക്കൻഡ് ഏൺ. ഫൈനലി കിട്ടുന്നത് വൈറ്റ് ബോൾ എടുക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പ് സംഭവിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ഒരു ബ്ലാക്ക് ബോളിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു വൈറ്റ് ബോളിനെ എടുക്കാം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു വൈറ്റ് ബോളിനെ ട്രാൻസ്ഫർ ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു വൈറ്റ് ബോളിനെ എടുക്കാം അല്ലേ? ഫസ്റ്റ് കേസിൽ ഒന്നെങ്കിൽ ഒരു വൈറ്റ് ബോളിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് വൈറ്റ് ബോൾ എടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് കേസിൽ എന്ത് വരും? ഒരു വൈറ്റ് ബോളിനെ ട്രാൻസ്ഫർ ചെയ്യാം, ഒരു വൈറ്റ് ബോളിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്തെടുക്കാം? ഒരു ബ്ലാക്ക് ബോളിനെ ട്രാൻസ്ഫർ ചെയ്യാം അല്ലേ? രണ്ട് ഓപ്ഷൻസ്. ഫസ്റ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ വൈറ്റ് ബോളിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് വൈറ്റ് ബോൾ എടുക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് ബോളിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് വൈറ്റ് ബോൾ എടുക്കാം. രണ്ട് കേസസാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് അല്ലേ? അപ്പം ആ രണ്ട് കേസ് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം ദ സെക്കൻഡ് ഏൺ ഈക്വൽ ടു ഫസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ഏതാ ഫസ്റ്റ് കേസ് പറഞ്ഞേ? പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ഏൺ ആൻഡ് ട്രാൻസ്ഫേർഡ് ഇറ്റ് ടു ദ സെക്കൻഡ് ഏൺ ആൻഡ് ദെൻ ഡ്രോ എ വൈറ്റ് ബോൾ അല്ലേ? അപ്പോൾ drawing a white ball from end A or first end from end A and after transferring it to B
then drawn a white board. അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് then drawn a white board. ഫസ്റ്റ് ഏണിൽ നിന്ന് ഒരു വൈറ്റ് ബോൾ എടുത്ത് ട്രാൻസ്ഫർ ചെയ്തു ആൻഡ് ദെൻ എ വൈറ്റ് ബോൾ എടുത്തു. അല്ലെങ്കിൽ ഏതാ ഓപ്ഷനുള്ളേ? ഓർ അല്ലെങ്കിൽ ഏതാ ഓപ്ഷനുള്ളേ? ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഫ്രം ഏൺ എ ആൻഡ് ആഫ്റ്റർ ട്രാൻസ്ഫറിങ് ഇറ്റ്, നേരത്തെ എഴുതിയ കേസ് പോലെ തന്നെ, ആഫ്റ്റർ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു ബി then draw a white ball. ഫൈനൽ എന്തേ പറ്റുള്ളൂ? ഒരു വൈറ്റ് ബോൾ എടുക്കാമെന്ന് പറയുന്ന കേസ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് കേസിനെ സ്പ്ലിറ്റ് ചെയ്യവേ, പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ, ഫസ്റ്റ് ഇവൻ്റെ എ, ഫസ്റ്റ് ബോളിനെ ഞാൻ എ ആയിട്ട് എഴുതി, ആൻഡ് അതിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു വൈറ്റ് ബോൾ എടുക്കുക എന്നുള്ളതിനെ ബി ആയിട്ട് എഴുതി. എ ഇൻ്റർസെക്ഷൻ ബി ഓർ യൂണിയൻ എന്ത് വരും? സി ഇൻ്റർസെക്ഷൻ ഡി എന്ന് എഴുതുകയാണേ. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി പ്ലസ് യൂണിയൻ വരുമ്പോൾ പ്ലസ് ആണ് വരുന്നത്, അഡീഷൻ ഇൻ്റർസെക്ഷൻ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരുമേ. ആ ഐഡിയാസ് ഉണ്ടാവണം. നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ഇതേ ഫോർമാറ്റിൽ തന്നെ ചെയ്യുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു എന്നാ വരും നോക്കിയേ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം എൻ എ? എയിൽ നിന്ന് ഒരു വൈറ്റ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 5 വൈറ്റ് ബോൾസ് അവൈലബിൾ ഉണ്ട്. ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 5 + 7 ദാറ്റ് ഇസ് 12 ബോൾസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു വൈറ്റ് ബോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി എത്ര വരിക? 5 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു ദെൻ ഒരു വൈറ്റ് ബോളാണ് എടുത്തത്. ആ വൈറ്റ് ബോളിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തേ. ഇപ്പോൾ ഇവിടെ എത്ര വൈറ്റ് ബോൾ ആവും? ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ 8 വൈറ്റ് ബോൾസും 8 ബ്ലാക്ക് ബോൾസ് ഓൾറെഡി ഉണ്ട് അല്ലേ? 8 വൈറ്റ് ബോൾസും 8 ബ്ലാക്ക് ബോൾസും ആവും. അങ്ങനെ ആണെങ്കിൽ വൈറ്റ് ബോൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് വൈറ്റ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്ത് വരും? 8/16 പ്ലസ്. അതേപോലെ സെക്കൻഡ് കേസ് എന്താ പറയുന്നത്? ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഫ്രം എൺ എ. ഫസ്റ്റ് ഏണിൽ നിന്ന് ഒരു ബ്ലാക്ക് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? ഇറ്റ് ഈസ് 7/12. അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലാക്ക് ബോൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ, സെക്കൻഡ് കേസിൽ ഒരു ബ്ലാക്ക് ബോൾ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? 7 വൈറ്റ് ബോൾസും 9 ബ്ലാക്ക് ബോൾസും ആവും അല്ലേ? ബ്ലാക്ക് ബോൾ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ബ്ലാക്ക് ബോളിൻ്റെ എണ്ണം ഒന്ന് കൂടും. 9 ബ്ലാക്ക് ബോളും ആവും, 7 വൈറ്റ് ബോളും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ എന്ത് വരും? വൈറ്റ് ബോൾ എന്ത് വരും? ഇറ്റ് ഈസ് 7 ഡിവൈഡഡ് ബൈ 16 വരും. അപ്പോൾ ടോട്ടൽ നമ്പറിന് ചേഞ്ച് വരും. ഇവിടെ ടോട്ടൽ നമ്പറിന് ചേഞ്ച് വരും. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു, കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 89 ഡിവൈഡ് ബൈ 192 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. 89 ഡിവൈഡ് ബൈ 192 ഇസ് ദ വാല്യൂ ഓഫ് ദിസ് പ്രോബബിലിറ്റി. ഓക്കെ, കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഏണിൽ നിന്ന് ഒരു ബോൾ ട്രാൻസ്ഫർ ചെയ്തു, ദെൻ സെക്കൻഡ് ഏണിൽ നിന്ന് വൈറ്റ് ബോൾ എടുത്തു. അതിൻ്റെ പ്രോബിലിറ്റി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏണിൽ നിന്ന് സെക്കൻഡ് ഏണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ബ്ലാക്ക് ബോളിനെ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് ബോളിനെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ 2 കേസ് എടുത്തു. ഫസ്റ്റ് വൈറ്റ് ബോളിനെ ട്രാൻസ്ഫർ ചെയ്തു, എന്നിട്ടൊരു വൈറ്റ് ബോൾ എടുത്തു. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോളിനെ ട്രാൻസ്ഫർ ചെയ്തു, എന്നിട്ടൊരു വൈറ്റ് ബോൾ എടുത്തു. 2 കേസ് പോസിബിൾ ആയിട്ടുള്ളത്. വൈറ്റ് ബോളിനെ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 5 വൈറ്റ് ബോൾസ് എടുക്കാൻ 5 വൈറ്റ് ബോൾസ് ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാനുള്ള ചാൻസ് എത്രയാണ്? പ്രോബിലിറ്റി എത്രയാണ്? വൈറ്റ് ബോളാണ് എടുക്കുന്നതെങ്കിൽ 5/12 വരും. ദെൻ ആ വൈറ്റ് ബോളിനെ ഇങ്ങോട്ടേക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എത്ര വൈറ്റ് ബോളാവും? 8 വൈറ്റ് ബോളും ഓൾറെഡി 8 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. 8 ബ്ലാക്ക് ബോൾസോ. ദെൻ ഇതിൽ നിന്നൊരു വൈറ്റ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എത്ര വരും? ദറ്റ് ഈസ് 8/16. സെക്കൻഡ് കേസിൽ ബ്ലാക്ക് ബോൾ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ബ്ലാക്ക് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 7/15 വരും. 7/12 വരും അല്ലേ? ദെൻ ആ ബ്ലാക്ക് ബോളിനെ ഇപ്പുറത്തേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്ക് ബോളിൻ്റെ എണ്ണം ഒന്ന് കൂടും അല്ലേ? അപ്പം 7 വൈറ്റ് ബോൾസും 9 ബ്ലാക്ക് ബോൾസും ആയിരിക്കും. ദെൻ അതിൽ നിന്നൊരു വൈറ്റ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എത്ര വരും? 7/16 ബോൾസ് ഉണ്ട്. 7/16 വരും. ഇതാണ് കേസസ് വരുന്നത്. ക്ലിയർ ആണോ? പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യാണ്. പ്രോബിലിറ്റിയുടെ പ്രോബ്ലം എങ്ങനെയാണ്? കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, third question. A box contains 3 red and 7 white balls. 3 red and 7 white balls. One ball is drawn at random and in its place
in its place a ball of the other color, a ball of the other color is put in the box. Now one ball is drawn at random from the box. Find the probability that it is right. Find the probability that it is right. Then question is, a box contains 3 red and 7 white balls. One ball is drawn at random and in its place a ball of the other color is put in the box. Now one ball is drawn at random from the box. Find the probability that it is red. അതായത് ഒരു ബോക്സിൽ 3 റെഡ് ബോൾസും അതുപോലെ തന്നെ 7 വൈറ്റ് ബോൾസും ഉണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, 1 ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം. ഒരു ബോൾ ഞാൻ എടുത്തു. ആ ബോൾ എന്ന് പറയുന്നത് റെഡ് ആവാം വൈറ്റ് ആവാം. ഒരു ബോൾ ഞാൻ എടുത്തേ, എന്നിട്ട് തിരിച്ചെന്ത് ചെയ്തു, ഇൻ ഇറ്റ്സ് പ്ലേസ് എ ബോൾ ഓഫ് ദ അതർ കളർ ഈസ് പുട്ട് ഇൻ ദ ബോക്സ്. ഞാനൊരു വൈറ്റ് ബോൾ ആണ് എടുത്തെങ്കിൽ തിരിച്ചിട്ട് എന്താ ഒരു റെഡ് ബോൾ ഇടും. ഒരു റെഡ് ബോൾ ആണ് ഞാൻ എടുത്തെങ്കിൽ തിരിച്ച് ഞാൻ ഇടുന്നത് വൈറ്റ് ബോളാണ്. ഈ എടുത്ത ബോൾ ഞാൻ മാറ്റി, പിന്നെ അത് തിരിച്ചിടുന്നില്ല. തിരിച്ചിടുന്നത് മറ്റേ കളറാണ്. വൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ റെഡ് ഇട്ടു, റെഡാണ് എടുക്കുന്നതെങ്കിൽ വൈറ്റ് ഇട്ടു. ദെൻ ചോദിച്ചിരിക്കുന്നത്, എന്നിട്ട് തിരിച്ച് റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു ബോൾ ഇട്ടിട്ട് നൗ 1 ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ ബോക്സ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് റെഡ്. അപ്പം ഒരു ബോൾ ഞാൻ എടുത്ത ബോളിൻ്റെ ഓപ്പോസിറ്റ് കളർ ഏതാണോ, റെഡാണ് എടുത്തെങ്കിൽ വൈറ്റ് ഇട്ടു, വൈറ്റാണ് എടുത്തെങ്കിൽ റെഡ് തിരിച്ചിട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ബോൾ എടുത്തു. ആ ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ ഈവൻ്റ് എന്ന് പറയുന്നത് എന്താ, ഡ്രോയിങ് എ റെഡ് ബോൾ അല്ലേ. അപ്പം ഈ റെഡ് ബോൾ എടുക്കുന്നതിന് മുമ്പ് ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? ഒന്നെങ്കിൽ ഞാനൊരു വൈറ്റ് ബോൾ എടുത്തല്ലേ, വൈറ്റ് ബോൾ, ഡ്രോ എ വൈറ്റ് ബോൾ ആൻഡ് പുട്ട് എ റെഡ് ബോൾ അല്ലേ. വൈറ്റ് ബോൾ ആണ് എടുത്തെങ്കിൽ ഒരു റെഡ് ബോൾ തിരിച്ചെടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു റെഡ് ബോൾ എടുക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഏതാ ഓപ്ഷൻ, ഡ്രോ എ റെഡ് ബോൾ എടുത്തിട്ട് എന്ത് ചെയ്യും, പുട്ട് എ വൈറ്റ് ബോൾ അല്ലേ. അപ്പം ആദ്യമേ നമുക്ക് 10 ബോൾസ് ആണുള്ളത്. രണ്ടാമത്തെ കേസിൽ എത്ര ബോൾസ് തന്നെ ഉള്ളത്, ഒരെണ്ണം എടുത്തു, അപ്പം 9 ആയി. തിരിച്ച് ഞാൻ വേറെ ബോൾ ഇടുന്നില്ലേ. അപ്പോൾ എപ്പോഴും ടോട്ടൽ 10 കേസസ് ഉണ്ടല്ലേ. അപ്പം ഫസ്റ്റ് കേസ്, ഈ കേസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാവേ. പ്രോബബിലിറ്റി ഓഫ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് അല്ലേ, പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ റെഡ് ബോൾ അടുത്ത സെക്കൻഡ് ടൈം അല്ലേ. സെക്കൻഡ് ടൈം ഒരു റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് ഒന്നെങ്കിൽ ഒരു വൈറ്റ് ബോൾ എടുക്കുക അല്ലേ, ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫസ്റ്റ് ടൈം ഒരു വൈറ്റ് ബോൾ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യാം, ആൻഡ് ദെൻ എ റെഡ് ബോൾ അല്ലെങ്കിൽ ഏത് ഓപ്ഷനുള്ളേ, ഓർ ഡ്രോയിങ് എ റെഡ് ബോൾ ഫസ്റ്റ് ടൈം അല്ലേ. ഫസ്റ്റ് ടൈമിലൊരു റെഡ് ബോൾ എടുക്കുക ആൻഡ് ദെൻ എ റെഡ് ബോൾ. ഫൈനലി എന്ത് എടുക്കാൻ പറ്റുള്ളൂ, റെഡ് ബോൾ എടുക്കാനുള്ള ഒരൊറ്റ ഓപ്ഷനുള്ളൂ. റെഡ് ബോൾ എടുക്കാനുള്ള ഓപ്ഷനേ നമുക്കുള്ളൂ. അപ്പം അതിന് മുമ്പുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വൈറ്റ് ബോൾ എടുത്തിട്ട് തിരിച്ച് റെഡ് ബോൾ ഇടാം, എന്നിട്ട് റെഡ് ബോൾ എടുക്കാം. അല്ലെങ്കിൽ ഒരു റെഡ് ബോൾ എടുത്തിട്ട് തിരിച്ചൊരു വൈറ്റ് ബോൾ ഇടാം, എന്നിട്ട് റെഡ് ബോൾ എടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ കേസ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, എ ആൻഡ് വരുമ്പോഴത്തേക്ക് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഇൻ്റർസെക്ഷൻ ഡി എന്ന് വരും അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി ഇൻറ്റു പി ഓഫ് ഡി. That's equal to, what is the probability of drawing a white ball first time? First time ഒരു വൈറ്റ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് വരുന്നത്, ദാറ്റ് ഈസ് 7/10 വരും അല്ലേ. 7/10 ഇൻറ്റു ഫസ്റ്റ് വൈറ്റ് ബോൾ ആണ് എടുത്തെങ്കിൽ തിരിച്ച് എന്തിട്ടു, ഒരു റെഡ് ബോൾ എടുക്കും അല്ലേ. അപ്പോൾ കേസ് 1 ഫസ്റ്റ് വൈറ്റ് ബോൾ ആണ് എടുക്കുന്നതെങ്കിൽ തിരിച്ച് നമ്മൾ റെഡ് ബോൾ ഇടും. അപ്പം നമ്മുടെ ബോക്സിൽ ഇപ്പോൾ എത്ര റെഡ് ബോൾ ഉണ്ട്, 4 റെഡ് ബോളും ഒരു വൈറ്റ് ബോൾ എടുത്തില്ലേ. അപ്പം 6 വൈറ്റ് ബോൾസോളം അല്ലേ.
റൈറ്റ്. അതായത് ഒരു വൈറ്റ് ബോൾ ഞാനിങ്ങ് എടുത്ത്, ഒരു വൈറ്റ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 7/10 വരും. ഇൻറ്റു അടുത്ത ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് ബോൾ എടുത്താൽ തിരിച്ചിടുന്ന റെഡ് ബോളാണ്. അപ്പോൾ ആ റെഡ് ബോൾ എത്രയാവും? 4 റെഡ് ബോളും 6 വൈറ്റ് ബോൾസും ആവും. ദെൻ ഒരു റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ് വരുന്നത്? ഇറ്റ് ഈസ് 4/10. ഇറ്റ് ഈസ് 4/10 പ്ലസ്. അല്ല എന്നെങ്കിൽ ഫസ്റ്റ് കേസിൽ ഇത് പോസിബിളാണ്. ഒരു റെഡ് ബോൾ എടുക്കാം. ഇതിൽ നിന്നൊരു റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ് ഉള്ളത്? ഇറ്റ് ഈസ് 3/10 ഇൻറ്റു റെഡ് ബോൾ എടുത്താൽ ഞാൻ തിരിച്ചിടുന്നത് ഒരു വൈറ്റ് ബോളാണ് അല്ലേ. അപ്പോൾ കേസ് 2ലേക്ക് നോക്കുമ്പം എത്ര വൈറ്റ് ബോൾ ആയിട്ടുള്ളത്? ഇനിയിപ്പോൾ നിലവിൽ ഒരു വൈറ്റ് ബോൾ കിട്ടും. അപ്പോൾ 7 വൈറ്റ് ബോളും 2 റെഡ് ബോളും അല്ലേ ഉള്ളൂ. ഒരു റെഡ് ബോൾ ഞാൻ ഓൾറെഡി എടുത്തു. പിന്നെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 2 റെഡ് ബോളും 8 വൈറ്റ് ബോൾസും. തിരിച്ചൊരു വൈറ്റ് ബോൾ കിട്ടും. അപ്പോൾ 8 വൈറ്റ് ബോൾസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ റെഡ് ബോൾ? ദറ്റ് ഈസ് 2/10. ദറ്റ് ഈസ് 2/10. ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? That's equal to 34/100 or 17/15 is the answer. This is the probability of drawing a red ball in the second time. പ്രോബ്ലം ക്ലിയർ ആണോ? നമുക്ക് പ്രോബബിലിറ്റിയുടെ പ്രോബ്ലംസ് എല്ലാം ഇങ്ങനെയാണ് കേട്ടോ. ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ കേസ് ഫൈനൽ ഈവൻറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് മുമ്പ് ചാൻസ് ഉള്ള ഈവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഫൈനൽ ഈവൻറ്റ് ഏതാണെന്ന് നോക്കുക. അതിന് മുമ്പ് പോസിബിളായിട്ടുള്ള ചാൻസസ് നോക്കുക. അങ്ങനെ കേസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ അഡീഷൻ തിയറം മൾട്ടിപ്ലിക്കേഷൻ തിയറം യൂസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇതേപോലെയുള്ള ഒരു പ്രോബ്ലം കൂടെ ചെയ്യണേ. Then the question is two sets of candidates are competing. Two sets of candidates are competing for the position on the board of directors of a company. The probability is that the first and second set will win are 0.6 and 0.4 respectively. Two sets of candidates are competing for the position on the board of directors of a company. The possibility is that the first and second set will win are 0.6 and 0.4 respectively. If the first set wins, the probability of introducing a new product is 0.8 and the corresponding probability if the second set wins is 0.3. What is the probability that the new product will be introduced? സംഭവം കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണെന്നുള്ളൂ. സംഭവം ഒന്നുമില്ല, സിമ്പിളാട്ടോ. Two sets of candidates are competing for the position of the board of directors of a company. ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഇലക്ഷൻ നടക്കുകയാണ്. 2 ടീം മത്സരിക്കുന്നുണ്ട്. Then the probability is that the first and second set win. ഫസ്റ്റ് സെറ്റ് വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.6ഉം സെക്കൻഡ് സെറ്റ് വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.4ഉം ആണ് റെസ്പെക്റ്റീവ്ലി. If the first set wins, the probability of introducing a new product is 0.8. ഫസ്റ്റ് സെറ്റ് വിൻ ചെയ്താൽ അവരൊരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.8 ആണ്. ആൻഡ് ദ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി
ഇഫ് ദ സെക്കൻഡ് സെറ്റ് വിൻ, ഈ സെക്കൻഡ് സെറ്റ് വിൻ ചെയ്താൽ അവർ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.3 ആണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ന്യൂ പ്രോഡക്റ്റ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ്? അതായത് 2 സെറ്റ് ആൾക്കാർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പോസ്റ്റിലേക്ക് മത്സരിക്കുന്നുണ്ട്, 2 ടീം മത്സരിക്കുന്നുണ്ട്. ഫസ്റ്റ് ടീംസ് അല്ലെങ്കിൽ ഫസ്റ്റ് സെറ്റ് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.6 ആണ്. സെക്കൻഡ് സെറ്റ് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.4 ആണ്. ഫസ്റ്റ് സെറ്റ് വിൻ ചെയ്താൽ അവരൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.8ഉം സെക്കൻഡ് സെറ്റ് വിൻ ചെയ്താൽ അവർ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.3ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈനലി എന്ത് സംഭവിക്കണം? പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം പ്രോബബിലിറ്റി ഓഫ് ന്യൂ പ്രോഡക്റ്റ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ്, ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണ്ടേ? പ്രോബബിലിറ്റി ഓഫ് ന്യൂ പ്രോഡക്റ്റ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ്, പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് വേണ്ടേ. അപ്പോൾ അതിന് മുമ്പ് എന്തൊക്കെ സംഭവിക്കാം? ഒന്നെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് സെറ്റ് വിൻസ്, അല്ലേ, ഫസ്റ്റ് സെറ്റ് വിൻസ് ആൻഡ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ്. ഫസ്റ്റ് സെറ്റ് വിൻ ചെയ്തിട്ട് അവരൊരു ന്യൂ പ്രോഡക്റ്റ് വെക്കുക, അല്ലേ, ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഓർ ഏത് ഓപ്ഷനുള്ളേ? സെക്കൻഡ് സെറ്റ് വിൻസ് ആൻഡ് സെക്കൻഡ് സെറ്റ് വിൻ ചെയ്തിട്ട് അവർ ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോഡക്റ്റ്. ഈ 2 കേസുള്ളൂ, അല്ലേ. അപ്പം പ്രോബബിലിറ്റി ഓഫ് ന്യൂ പ്രോഡക്റ്റ് വിൽ ബി ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഫൈനലി ന്യൂ പ്രോഡക്റ്റ് ഉണ്ടാവണം. അതിന് മുമ്പ് സംഭവിക്കുന്ന ഒന്നേ ഫസ്റ്റ് സെറ്റ് വിൻ ചെയ്യാം, അവർ ന്യൂ പ്രോഡക്റ്റ് കൊണ്ടുവരാം. അല്ല എങ്കിൽ ഓർ സെക്കൻഡ് സെറ്റ് വിൻ ചെയ്യാം, അവർ ന്യൂ പ്രോഡക്റ്റ് കൊണ്ടുവരാം. ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് സെറ്റ് വിൻസ് പി ആൻഡ് ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോഡക്റ്റ് അല്ലേ, ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ആസ് പി ഓഫ് എ ആൻഡ് ബി, അല്ലേ. അടുത്ത കേസ് വരുന്നത് ഓർ വരുമ്പോൾ പ്ലസ് വരും. അടുത്തത് സെക്കൻഡ് സെറ്റ് വിൻസ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോഡക്റ്റിന് എങ്ങനെ എഴുതാം? സി ഇൻ്റർസെക്ഷൻ ഡി എന്ന് എഴുതാം, അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു പ്രോഡക്റ്റ് റൂളും അഡീഷൻ റൂളും മൾട്ടിപ്ലിക്കേഷൻ റൂളും അഡീഷൻ റൂളും വെച്ചിട്ട് എന്ത് വരും? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി ഇൻറ്റു പി ഓഫ് ഡി. വാട്ട് ഈസ് പി ഓഫ് എ? പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് സെറ്റ് വിൻ. ഫസ്റ്റ് സെറ്റ് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഇറ്റ് ഈസ് 0.6 ഇൻറ്റു ആൻഡ് ദേ ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ്. ഫസ്റ്റ് സെറ്റ് വിൻ ചെയ്താൽ ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഇറ്റ് ഈസ് 0.8. അപ്പോൾ 0.6 ഇൻറ്റു 0.8 പ്ലസ് അടുത്ത കേസ് സെക്കൻഡ് സെറ്റ് വിൻസ്. സെക്കൻഡ് സെറ്റ് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്തറിയാം? 0.4, അല്ലേ. സെക്കൻഡ് സെറ്റ് വിൽ വിൻ ദ പ്രോബബിലിറ്റി ഈസ് 0.4 ഇൻറ്റു സെക്കൻഡ് സെറ്റ് വിൻ ചെയ്താൽ അവർ ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ദറ്റ് ഈസ് 0.3. അപ്പോൾ കേസസ് ആയില്ലേ? ദിസ് ഇസ് ഈക്വൽ ടു, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നതെന്ന് നോക്കിയേ. ദിസ് ഇസ് ഈക്വൽ ടു 0.48 പ്ലസ് 0.12. ദാറ്റ്സ് ഈക്വൽ ടു, ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.60. ദിസ് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേസ്. പ്രോബ്ലംസ് വായിച്ച് നോക്കുക, അതിനകത്തുനിന്ന് കേസസ് ഫൈനൽ ഈവൻറ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഓരോ കേസിലും ഫൈനൽ ഈവൻറ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതിന് മുമ്പ് ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് കേസ് മനസ്സിലാക്കണം. ദെൻ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ കേസായിട്ട് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയ പോലെ തന്നെ ആൻഡ് ഓറൊക്കെ വെച്ച് കണക്ട് ചെയ്യുക. ദെൻ ഓർ വരുമ്പോൾ അഡീഷൻ വരും, ആൻഡ് വരുമ്പോൾ ഇൻ്റർസെക്ഷൻ വരും, ദെൻ ഇൻ്റർസെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷനാണ് വരിക. ഓർ വരുമ്പോൾ നമുക്ക് വരുന്നത് യൂണിയനാണ് വരുന്നത്. അപ്പം ആ സിമ്പിൾസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.